ഹായ്, എല്ലാവരും പൊക്കോ തട്ടുകടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നതും സുനിത, നമ്മുടെ കാട്ടൂരത്തെ സുനിത എന്നൊരു യൂട്യൂബർ സുനിതയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചു വീടാണ്, അതിലാണ് അവർ താമസിച്ചത്. അവരുടെ ഭർത്താവും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരിനൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ കോടതിയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുട്ടി പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, അവൾ വോയിസ് കടലിലേക്ക് പോയപ്പോൾ ചിന്നമ്മ ചവിട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പിടിച്ച് തള്ളിയിട്ടിട്ട് ചവിട്ടിയിട്ടുണ്ടായിരുന്നു ചവിട്ടി ഇത് കണ്ടു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവൾ കരയാൻ പോയപ്പോൾ വായി പൊത്തിപ്പിടിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഞാൻ പറയുന്നത്, അത്രയും തമിഴ്നാട് മുഖ്യമന്ത്രിനെ കൊല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സുനിത എന്ന് പറയുന്നൊരു വ്യക്തിനെ കൊല്ലാൻ എത്ര സമയം പിടിക്കും ഒന്ന് പറഞ്ഞ. അതൊന്ന്. പിന്നെ ഇവൾക്ക് ജയലളിതയ്ക്ക് ഇവള് മോളാണ് എന്നുള്ള കാര്യം ഈ സ്ത്രീൻ്റെ 18 വയസ്സിൽ അറിഞ്ഞു. അവർ കുടുംബ ഡോക്ടറെ കൊണ്ടുവന്ന് ബ്ലഡ് എടുത്ത് DNA ടെസ്റ്റ് നടത്തിയിട്ട് 18 വയസ്സിൽ, അതായത് നമ്മുടെ അമ്മ ജയലളിത അമ്മ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ദത്തുപുത്രനെ എടുക്കുമായിരുന്നു. അത് 2. പിന്നെ ഹോസ്പിറ്റലിൽ അപ്പോളോയിൽ ഇവൾ കാണാൻ പോയി എന്നാണ് പറയുന്നത്. അത്രയും വലിയ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ഒരു മന്ത്രിമാരനെയും അവിടേക്ക് കടത്തി വിട്ടിട്ടില്ല. ഇവൾ പറയുന്നത്, അപ്പോളോയിൽ പോണ സമയത്ത് എല്ലാവരും വേറെ എന്തോ ഒരു ശ്രദ്ധയിലിരുന്നപ്പോൾ ഇവൾ കാണാതെ അങ്ങോട്ട് കയറി എന്നാണ് പറയുന്നത്. 3. പിന്നെ പറഞ്ഞത്, അതായത് ഞാൻ ഈ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് നീയും നിൻ്റെ മക്കളും കൂടി നമുക്ക് ഊട്ടിയില്ല എവിടെയെങ്ങാണ്ട് സ്ഥലവും വീടൊക്കെ ഉണ്ട്, അവിടെ പോയി താമസിക്കുക എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരിക്കലും പദവിയിലിരിക്കുന്ന ആൾക്കാർ പദവി മന്ത്രി രാജിവെച്ചിട്ട് ഒരിക്കലും അവർ ജീവിക്കില്ല. ഈ ഭരണം കയ്യിൽ കിട്ടിയ ആൾക്കാർ അതൊരു ലഹരിയാണ്, ലഹരി. മനസ്സിലായില്ലേ? അത് തുടർച്ചയായി കണ്ടിന്യൂ ചെയ്തിട്ടേയിരിക്കും. അതൊന്ന്. 18 വയസ്സിൽ ഇവൾ മകളാണെന്ന് അറിഞ്ഞു, ഇവൾക്ക് കാശ് പോയിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീടിൻ്റെ ഫോട്ടോ കണ്ട അവസ്ഥയ്ക്ക് അവർക്ക് എവിടെയെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് ഒരു നല്ലൊരു വീട് കെട്ടിക്കൊടുക്കാൻ പറ്റിയില്ലേ? ജയലളിതമ്മയ്ക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റിയില്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല അവർ? പിന്നെ MGRന് 3 ഭാര്യമാരിനെ 3 പെണ്ണുങ്ങളിനെ കല്യാണം കഴിച്ചിട്ടും മക്കൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ജയലളിതയിൽ നിന്ന് ഇവളെ എങ്ങനെ ഉണ്ടായി? അത് അപ്പം മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇവൾ ഫ്രാഡ് എന്ന് പറഞ്ഞാൽ, അതായത് സമൂഹത്തിൽ പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ട് ഇവൾ കാട്ടിക്കൂട്ടുന്ന ഒരു നാടകം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ 8-9 പെണ്ണുങ്ങൾ വന്നവരും അതിനു വേണ്ടി ശ്രമിച്ചതിന് അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇവൾക്ക് എങ്ങനെ നടക്കും? വെറുതെ ഇങ്ങനെ പറയാം, എനിക്കും പറയാം നാളെ ജയലളിത എൻ്റെ അമ്മയാണ് അച്ഛനാണ് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കുറേ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിലും ഇല്ലല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ ഇത്രയും സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വിദ്യയായിരിക്കാം. അതൊരിക്കലും ഇവളെന്ത് ചെയ്താലും കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയണത്, 2 പേരും മണ്ണോട് മണ്ണ് പോയി വർഷങ്ങളായി. ഇനി ഒരിക്കലും DNA ഇത് നടക്കില്ല. അവരിനെ കുഴിയിലിട്ട ആൾക്കാരിനെ തോണ്ടിയിട്ട് DNA ടെസ്റ്റ് നടത്താൻ തമിഴകം മക്കൾ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവളുടെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലമത്ത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.